അധ്യാപിക അന്ന് തൻ്റെ കുട്ടികളോട് ആവശ്യപ്പെട്ടത് അടുത്ത ദിവസം വരുമ്പോൾ കുറച്ചു തക്കാളികൾ ഒരു കവറിലിട്ട് കൊണ്ടുവരണം എന്നായിരുന്നു. അടുത്ത ദിവസം തന്നെ കുട്ടികളെല്ലാവരും കവറിൽ തക്കാളികളുമായി എത്തി. എല്ലാവരും തങ്ങളുടെ കയ്യിലുള്ള തക്കാളികൾക്ക് പേരിടണം. ആ പേർ നിങ്ങൾ വെറുക്കുന്ന ഒരു വ്യക്തിയുടെ പേരായിരിക്കണം. അപ്പോൾ നിങ്ങൾ എത്ര പേരെ വെറുക്കുന്നുണ്ടോ അത്രയും തക്കാളികൾ നിങ്ങളുടെ കവറിൽ ഉണ്ടായിരിക്കും. അധ്യാപിക പറഞ്ഞു. ആദ്യം ഒന്ന് അമ്പരന്ന് പോയെങ്കിലും കുഞ്ഞുങ്ങൾ അതനുസരിച്ചു. പേരിടിയിൽ കഴിഞ്ഞപ്പോൾ ചിലരുടെ കയ്യിൽ 2ഉം 3ഉം 5ഉം എന്തിന് 10-ലധികം തക്കാളികൾ കൈവശമുള്ളവരും ഉണ്ടായിരുന്നു. ജീവിതത്തിൽ നമ്മൾ വെറുക്കുന്നവർക്കാണോ പഞ്ഞം? ഇനി അടുത്ത കുറേ ദിവസത്തേക്ക് നിങ്ങൾ എവിടെയെല്ലാം പോകുന്നോ അവിടെയെല്ലാം നിങ്ങൾ ഈ തക്കാളികൾ കൊണ്ടുപോകണം, അധ്യാപിക ആവശ്യപ്പെട്ടു. കുട്ടികൾ അതും അനുസരിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ചില കുഞ്ഞുങ്ങൾ പരാതിപ്പെടാൻ തുടങ്ങി. പ്രത്യേകിച്ച് കൂടുതൽ തക്കാളികൾ കവറിൽ ഉള്ളവർ. അവർക്ക് തക്കാളികളുടെ ഭാരം താങ്ങാനാകുന്നതിലും അധികമായിരുന്നു. ചിലരുടെ എല്ലാം തക്കാളി ചീഞ്ഞു മണം വന്നും തുടങ്ങിയിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞതും ദുർഗന്ധം സഹിക്കാൻ പറ്റാണ്ടായി. കുട്ടികൾ ഇനി അത് തുടരാൻ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു. എനിക്കറിയാം ഇനി നിങ്ങൾക്ക് ഇത് തുടരാൻ പറ്റില്ല എന്ന്, അധ്യാപിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അവർ ഇങ്ങനെ തുടർന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. കുറച്ചു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചീഞ്ഞ തക്കാളികൾ സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? അതുപോലെ തന്നെയല്ലേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നിങ്ങൾ വെറുക്കുന്ന വ്യക്തികളുടെ ഭാരവും? നമ്മൾ എപ്പോഴും എവിടെയും ആ ഭാരവും വഹിച്ചുകൊണ്ട് തന്നെയല്ലേ ജീവിക്കുന്നത്? അത് നമ്മുടെ മനസ്സിനെ എത്രമാത്രം മലീമസമാക്കുന്നുണ്ട്. ഈ ചീഞ്ഞ തക്കാളികളെപ്പോലെ അത്തരം ചീഞ്ഞ ചിന്തകൾ ഇനിയും കൊണ്ടു നടക്കാനാകില്ല എന്ന് നിങ്ങൾക്ക് തീർത്തു പറഞ്ഞുകൂടെ? വലിച്ചെറിഞ്ഞുകൂടെ ഈ വെറുപ്പിൻ്റെ തക്കാളികളെ നിങ്ങളുടെ മനസ്സിൽ നിന്ന്? അധ്യാപിക ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ചീഞ്ഞ തക്കാളികൾ ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അത് എടുത്തു കളഞ്ഞ ശേഷം മനസ്സിലെ ആ ഇടം കൂടി സാക്ഷാൽ ജഗന്മാതാവിന് സമർപ്പിച്ചുകൊണ്ട് ആ രൂപത്തെ ആ ഇടത്തും ആ വെറുപ്പിനുള്ള ആ സ്ഥലത്തും നിറച്ചു വയ്ക്കുക. വെറുപ്പിൻ്റെ ഈ വലിയ ഭാരവും ചുമന്ന് നമുക്കെങ്ങനെയാണ് ജീവിക്കാൻ സാധ്യമാവുക? അതോടെ വലിയ ഒരു ജോലി കുറഞ്ഞു കിട്ടും. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ 29ാമത്തെ നാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ അമ്മയുടെ താടിയുടെ മനോഹാരിതയാണ് വർണ്ണിക്കുന്നത്. അനാകലിത സാദൃശ്യ ചുപുകശ്രേ വിരാജിത എന്നതാണ് നാമമന്ത്രം. അനാകലിത സാദൃശ്യമായ, തുല്യം എന്ന് വേറൊന്നിനോടും ബന്ധപ്പെടുത്താൻ കഴിയാത്ത, ചുബുകത്തിൻ്റെ എന്ന് പറഞ്ഞാൽ താടിയുടെ കീഴ്ചുണ്ടിന് താഴെയുള്ള ഭാഗം. ശ്രീയാൽ സൗന്ദര്യം കൊണ്ട് സൗന്ദര്യത്താൽ വിരാജിക്കുന്നവൾ. വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജമിനി, സർവേശ്വരി, കാളി എന്നീ 8 വാഗ്ദേവതകളും എത്ര ആലോചിച്ചിട്ടും അമ്മയുടെ അതിമനോഹരമായ ഈ ചിബുകത്തിന്, അതായത് താടിക്ക് തുല്യമായിട്ടൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്ത താടിയുടെ അഴകുകൊണ്ട് ശോഭിക്കുന്നവൾ എന്ന് തന്നെ അവർ എഴുതി വച്ചു ഒരു നാമമായിട്ട്. അതാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ശ്രീമദ് ശങ്കരാചാര്യർ അവിടുത്തെ മുഖം ദർശിച്ച് ഈ കാര്യം തന്നെ അതിമനോഹരമായി ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണാ വത്സലതയാ ഗിരീശേനോദസ്തം മുഹുരധരപാനാകുലതയാ കരഗ്രാഹ്യം ശംഭോർമുഖമുകുരവൃന്ദം ഗിരിസുതേ കഥം കാരം ബ്രോമസ്തവ ചുബുകം ഔപമ്യരഹിതം. അല്ലയോ ഹിമവാന്റെ മകളെ, വാത്സല്യം കൊണ്ട് ഗിരിരാജൻ്റെ കരങ്ങളാൽ സ്പർശിക്കപ്പെട്ടതും അധരപാനത്തിലുള്ള ആകുലതയാൽ ശ്രീ മഹാദേവൻ വീണ്ടും വീണ്ടും ഉയർത്തിയതും മഹാദേവൻ കൈകളിൽ എടുത്തതും
മുഖമാകുന്ന കണ്ണാടിയുടെ പിടിയായിട്ടുള്ളതുമായ അവിടുത്തെ ഒന്നിനോടും ഉപമിക്കാൻ സാധ്യമാകാത്തതുമായ താടിയെ എങ്ങനെയാണ് വർണ്ണിക്കുക? ഓം അനാകലിത സാദൃശ്യ ചുബുക ശ്രീവിരാജിതായൈ നമഃ. ഓം ഓം ഹ്രീം അനാകലിത സാദൃശ്യ ചുബുക ശ്രീവിരാജിതായൈ നമഃ. ഇങ്ങനെ 2 തരത്തിലും ഈ നാമമന്ത്രവും ജപിക്കാം. അങ്ങനെ ജപിക്കുമ്പോഴുണ്ടാകുന്ന ഫലങ്ങളും പറയാം. മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതയും ദുഃഖവും കാരണം ടെൻഷൻ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥയിൽ ഈ മന്ത്രം വളരെയേറെ സഹായകരമാണ്. ഇഷ്ടമുള്ളപ്പോഴൊക്കെ കഴിയുന്ന അത്രയും ഈ മന്ത്രം ജപിക്കുക. ദേശമോ കാലമോ സമയമോ ഒന്നും തന്നെ അതിന് നോക്കേണ്ടതായിട്ടില്ല. അമ്മയുടെ മുഖം മനസ്സിൽ ധ്യാനിക്കുക. ദുഃഖം മാറ്റുന്നതിനു വേണ്ടി, ടെൻഷൻ മാറുന്നതിന് വേണ്ടി ഇഷ്ടമുള്ള അത്രയും ജപിച്ചുകൊള്ളുക. കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിത കണ്ഠനായ എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ മറ്റൊരു മഹാമന്ത്രം. കാമേശനാൽ, ശ്രീ മഹാദേവനാൽ ബദ്ധമായ, കെട്ടപ്പെട്ട, മംഗല്യസൂത്രം കൊണ്ട് ശോഭിക്കുന്ന കന്ധരത്തോടുകൂടിയവൾ, കഴുത്തോടുകൂടിയവൾ. കാമേശനാൽ ധരിപ്പിക്കപ്പെട്ട താലിച്ചരട് ശോഭിക്കുന്ന കഴുത്തോടുകൂടിയവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ ത്രിമൂർത്തികളും നാരദാദികളായ ദേവർഷിമാരും അപ്സരസ്സുകളും ഗന്ധർവന്മാരും യക്ഷന്മാരും അമ്മയെ വന്ന് കണ്ട് പ്രണമിച്ചു. ബ്രഹ്മദേവൻ്റെ ആജ്ഞ അനുസരിച്ച് വിശ്വകർമാവ് അമ്മയ്ക്ക് വസിക്കുന്നതിനു വേണ്ടി ദേവന്മാരുടെ വാസസ്ഥാനമായ സ്വർഗം പോലെ അതിമനോഹരമായ വിശിഷ്ടമായ ഒരു നഗരവും നിർമ്മിച്ചു. സർവമന്ത്രങ്ങൾക്കും അധിദേവതയായ ദുർഗയും വിദ്യാദേവതയായ ശ്യാമയും ബ്രാഹ്മി തുടങ്ങിയ മാതൃക്കളും അണിമ മുതലായ സിദ്ധികളും കോടിക്കണക്കിന് യോഗിനിമാരും ഭൈരവന്മാരും ക്ഷേത്രപാലന്മാരും ശാസ്താവും ഗണപതിയും സ്കന്ദൻ, വടുകൻ, വീരഭദ്രൻ തുടങ്ങിയവരും അമ്മയെ വന്ദിച്ചു കൊണ്ടുനിന്നു. അമ്മയ്ക്ക് വേണ്ടി വിശ്വകർമാവ് നിർമ്മിച്ച മനോഹരമായ ആ നഗരം കണ്ടപ്പോൾ ദേവിയോടൊപ്പം ഒരു പുരുഷനും കൂടി ഉണ്ടായാൽ ആ നഗരത്തിന് പൂർണ്ണത ഉണ്ടാകും എന്ന് ബ്രഹ്മദേവന് തോന്നി. അമ്മയ്ക്ക് യോജിച്ച ഒരു പുരുഷനായി ശ്രീ മഹാകാമേശ്വരനായ മഹാദേവനല്ലാതെ വേറെ ആരെയും ബ്രഹ്മാവ് കണ്ടില്ല. അദ്ദേഹം വിഷ്ണു, ശിവൻ എന്നിവരോടുകൂടി അമ്മയുടെ അടുക്കലെത്തി പ്രണമിച്ചുകൊണ്ട് തുല്യയോഗ്യതകൾ ഉള്ള ഒരു പുരുഷനെ ഭർത്താവായി വരിക്കണം എന്ന് അമ്മയോട് അപേക്ഷിച്ചു. അമ്മ ബ്രഹ്മദേവൻ്റെ ആഗ്രഹം സ്വീകരിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പൂമാല ആകാശത്തേക്കെറിഞ്ഞു. അത് കാമേശ്വരൻ്റെ കണ്ഠത്തിൽ പതിച്ചു. ഭഗവതിയുടെ ഇഷ്ടം ഇപ്രകാരം പ്രകടമായപ്പോൾ ബ്രഹ്മദേവനും ദേവസമൂഹവും ചേർന്ന് വിവാഹത്തിന് വട്ടം കൂട്ടി. അമ്മയുടെ സഹോദരനായ ത്രിവിക്രമൻ അമ്മയെ വിധിപ്രകാരം മഹാദേവന് പത്നിയായി ദാനം ചെയ്തു. ആ വിവാഹ സമയത്ത് ശാസ്ത്രവിധിപ്രകാരം അമ്മയുടെ കഴുത്തിൽ കാമേശ്വരനായ ശങ്കരൻ ബന്ധിച്ച മംഗല്യസൂത്രത്തെയാണ് ഈ നാമത്തിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ഗളേരേഖാസ്തിസ്രോ ഗതിഗമകഗീതൈക നിപുണേ വിവാഹവ്യാനദ്ധ പ്രഗുണഗുണസംഖ്യാ പ്രതിഭുവ വിരാജന്തേ നാനാവിധ മധുരരാഗാകരഭുവാം ത്രയാണാം ഗ്രാമാണാം സ്ഥിതിനിയമസീമാന ഇവതേ. ഗതി, ഗമകം, ഗീതം ഇവയിൽ സാമർഥ്യത്തോടുകൂടിയ അല്ലയോ അമ്മേ, വിവാഹവേളയിൽ ഭർത്താവായ കാമേശ്വരനാൽ കെട്ടപ്പെട്ട അനേകം തന്തുക്കളോടുകൂടിയ 3 സ്വരങ്ങളുടെ സംഖ്യയ്ക്ക് അല്ലെങ്കിൽ 3 എന്നതിന് ജാമ്യക്കാരായ അമ്മയുടെ കഴുത്തിലുള്ള ഈ 3 രേഖകൾ പല വിധത്തിലുള്ള മാധുര്യത്തോടുകൂടിയ രാഗങ്ങൾക്ക് ജന്മഭൂമികളായ ഈ 3 സ്വരഗ്രാമങ്ങളുടെ സ്ഥിതിയെ നിയമിക്കുന്ന എലുകകൾ എന്നതുപോലെ ശോഭിക്കുന്നു.
വിവാഹത്തിൽ കെട്ടപ്പെടുന്ന മംഗല്യസൂത്രത്തിൻ്റെ സംഖ്യ 3 എന്ന് അറിയത്തക്ക വിധം മധ്യമാവധി, ആളവി, ഭൈരവി തുടങ്ങിയ രാഗങ്ങൾക്ക് ഉൽപ്പത്തിസ്ഥാനമായ ഷഡ്ജം, മധ്യമം, ഗാന്ധാരം എന്നീ 3 വിധത്തിലുള്ള സ്വരങ്ങളുടെ സ്ഥാനത്തെ ഒന്നിനോടൊന്ന് കലർന്നു പോകാതെ നിയമിക്കുന്ന എലുകകൾ പോലെയും ശോഭിക്കുന്നു എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ ഇതിൽ വർണ്ണിച്ചിട്ടുള്ളത്. ഓം കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിതകന്ധരായൈ നമഃ. ഓം ഹ്രീം കാമേശബദ്ധമാംഗല്യസൂത്രശോഭിതകന്ധരായൈ നമഃ. വിവാഹബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് ഏറ്റവും നല്ല ഒരു മന്ത്രമാണ് ഇത്. വിവാഹവേളയിൽ ഭർത്താവ് ഭാര്യയെ ധരിപ്പിക്കുന്ന തിലകത്തിനുള്ള സിന്ദൂരം 41 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ച് നൽകുന്നതാണ് എങ്കിൽ ഒരിക്കലും വേർപിരിയാതെ സുഖകരമായ ഒരു ദാമ്പത്യ ബന്ധം അവർക്ക് ഉണ്ടാവുന്നതാണ്. ഭർത്താവിനുണ്ടാകുന്ന രോഗാദി ദുരിതങ്ങളോ കഷ്ടതകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതിനായി ഭർത്താവ് ചാർത്തിയിട്ടുള്ള താലിയിൽ സ്പർശിച്ചുകൊണ്ട് ഭാര്യ ഈ മന്ത്രം 7 പ്രാവശ്യം ദിവസവും ജപിക്കുക, അമ്മയെ പ്രാർത്ഥിക്കുക. ഭർത്താവ് സുഖം പ്രാപിക്കുന്നതാണ്. ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന വേളയിൽ അമ്മയുടെ മുഖത്തേക്ക് നോക്കി താലിയിൽ സ്പർശിച്ചുകൊണ്ട് ഈ മന്ത്രം 7 പ്രാവശ്യം ജപിച്ചാൽ ഭർത്താവിനുണ്ടാകുന്ന രോഗം, കഷ്ടത, മാനസികമായ ബുദ്ധിമുട്ടാണെങ്കിൽ അവയെല്ലാം തന്നെ മാറിക്കിട്ടും. കനകാംഗതകേയൂര കമനീയഭുജാന്വിത വാഗ്ദേവതകൾ പറയുന്ന അടുത്ത നാമമാണ്. ലളിതാ സഹസ്രനാമത്തിൽ 31-ാമത്തേത്. സ്വർണ്ണ ശരീരത്തോടുകൂടി മനോഹരമായിരിക്കുന്ന കേയൂരങ്ങളോട് കൂടിയ ഭുജങ്ങൾ ഉള്ളവൾ എന്നും സ്വർണം കൊണ്ടുണ്ടാക്കിയ കൈവളകളെ കൊണ്ടും കൈക്കെട്ടുകളെ കൊണ്ടും അതിമനോഹരമായ കൈകളോട് കൂടിയവൾ എന്നും ഈ നാമത്തിന് അർത്ഥമുണ്ട്. വീരന്മാർ തോളിൻ്റെ രക്ഷയ്ക്കായി ധരിക്കുന്നതാണ് തോൾവള. അമ്മയ്ക്ക് 4 കൈകളും അവയിൽ ആയുധങ്ങളുമുണ്ട്. 4 കൈകളിലും തോൾവളയും ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കനകനിർമ്മിതമായ അങ്കദം, കേയൂരം എന്നിവയണിഞ്ഞ കമനീയമായ കൈകളോടുകൂടിയവൾ. അങ്കദം, കേയൂരം എന്നിവ ആകൃതിയിൽ വ്യത്യാസമുള്ള 2 തരം തോൾവളകളാണ്. ഓം കനകാംഗതകേയൂരകമനീയഭുജാന്വിതായൈ നമഃ. ഓം ഹ്രീം കനകാംഗതകേയൂരകമനീയഭുജാന്വിതായൈ നമഃ. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നവരാണ്, അതിനോട് ഇഷ്ടമുള്ളവരാണ് എങ്കിൽ ആഭരണങ്ങൾ ഈ മന്ത്രം ജപിച്ച് ധരിക്കുന്നത് ഉത്തമമാണ്. പൂജാമുറിയിലോ സ്വസ്ഥമായ ഒരു സ്ഥലത്തോ ഇരുന്നൊരു തളികയിലോ തൂശനിലയിലോ ഈ ആഭരണങ്ങൾ വച്ച് ശ്രീ മഹാലക്ഷ്മി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം 41 പ്രാവശ്യമെങ്കിലും ജപിക്കുക. 3 ദിവസം ഇപ്രകാരം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം ആഭരണങ്ങൾ ധരിക്കുക. ഒരന്ത്രം പോലെ ആഭരണങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഈ മന്ത്രചൈതന്യം തീർച്ചയായിട്ടും സുരക്ഷ നൽകും. അപ്രതീക്ഷിതമായിട്ട് ധനസമൃദ്ധി ഉണ്ടാകുന്നതിന് വളരെ നല്ല ഒരു മാർഗം കൂടിയാണ് ഇത്. അമ്മയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.